ഇത് മൊബൈൽ കവറാണ്. ഈ മൊബൈൽ കവറുകൾ എല്ലാവരും മൊബൈലിൽ ഉപയോഗിക്കുന്നു. അത് മൊബൈലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ മൊബൈൽ കവറുകൾ കൊണ്ട് മൊബൈലിന് കുറേയേറെ ദോഷങ്ങളുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കേട്ടോ, ഇത്തരത്തിൽ ചില മൊബൈൽ കവറുകൾ പ്രോപ്പറായിട്ട് വെന്റിലേറ്റഡ് അല്ല. അതായത് ഇതിനകത്ത് ആവശ്യത്തിന് ഹോളുകളൊന്നും ഇടാതിരിക്കുമ്പോൾ ഈ മൊബൈലിൻ്റെ ബാറ്ററി ചൂടാവും. ബാറ്ററി ചൂടായിട്ട്, അതായത് നമ്മൾ ചാർജിലൊക്കെ വയ്ക്കുമ്പോൾ മൊബൈൽ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോഴൊക്കെ ബാറ്ററി ചൂടാവും. ബാറ്ററി ചൂടാകുമ്പോൾ അത് ആ ഹീറ്റ് വെളിയിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാവുകയും അത് എന്ത് ചെയ്യും, മൊബൈലിൻ്റെ ഈ ബാറ്ററി ലൈഫ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ബാറ്ററി ചൂടായി അതിൻ്റെ ബാറ്ററി ലൈഫ് കുറയാൻ കാരണമാകും ഈ മൊബൈൽ കവറുകൾ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ മൊബൈലിൻ്റെ സ്വിച്ചുകളുണ്ടോ, ഈ സ്വിച്ച് ഉണ്ട്, ഇത് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ചില മൊബൈലിൽ ഇത് മൊത്തം കവർ ചെയ്തിരിക്കും, ഈ സ്വിച്ചുകളെല്ലാം. അപ്പോൾ ഈ സ്വിച്ചിനൊക്കെ ഒരു ചെറിയ ഫോഴ്സാണ് നമ്മൾ ഇത് പ്രസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ചെറിയ ന്യൂട്ടൺ ഫോഴ്സാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കവറുകളുണ്ട്, ഇങ്ങനെ കവർ ചെയ്തിരിക്കുമ്പോൾ ഇത് പ്രസ് ആവാനായിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. കാരണം ഇതും കടന്ന് നമ്മൾ എന്തെങ്കിലും സ്വിച്ചിലോട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഓവർ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സ്വിച്ച് ഡാമേജ് ആവും. അങ്ങനെ പല മൊബൈലുകളിലും ഇങ്ങനെ ഡാമേജ് ആവാറുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ സ്വിച്ചിൽ ആവശ്യത്തിനധികം ആ ഫോഴ്സ് ചെല്ലുമ്പോൾ ആ സ്വിച്ച് എന്ത് ചെയ്യും, ഡാമേജ് ആവും. അങ്ങനെ ഈ മൊബൈൽ കവർ കൊണ്ട് അങ്ങനെ മൊബൈലിന് അങ്ങനെയും ഒരു ദോഷമുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മൊബൈലിന് ഒരു പ്രത്യേക വെയിറ്റ് കമ്പനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, അവർ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ഈ മൊബൈൽ കവറുകൾ ഉപയോഗിക്കുമ്പോൾ ആ മൊബൈലിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമ്മൾ പോക്കറ്റിലോ കയ്യിലോ ഒക്കെ എടുത്ത് കുറേ നേരം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഒരു അസ്വസ്ഥത ഉളവാക്കും. അപ്പോൾ അതിൻ്റെ മൊബൈലിൻ്റെ വെയിറ്റ് കൂട്ടുന്നത് ഈ മൊബൈൽ കവറാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വയർലെസ് ചാർജിങ് ഉള്ള മൊബൈലുകളുണ്ട്. ഇപ്പോൾ ആ മൊബൈലുകളിൽ ഈ കവറ് ഒരു തടസ്സമാണ്. സുഗമമായ വയർലെസ് ചാർജിങ്ങിന് ആ മൊബൈൽ കവറുകൾ തടസ്സമാണ്. അപ്പോൾ അത് കവർ ഊരിയിട്ടായിരിക്കണം മിക്കവാറും ചാർജ് ചെയ്യേണ്ടുന്നത്. പിന്നെ കമ്പനി തന്നെ ഈ മൊബൈലുകൾ പലതും പല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട്, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷേ ആ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ആ ഭംഗി മറയ്ക്കുന്നതാണ് ഈ മൊബൈൽ കവറുകൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ മൊബൈൽ കവർ കൊണ്ടുള്ള ദോഷങ്ങളായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് സൗണ്ട് സ്പീക്കറൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് വരുന്നതാണ്. ചില മൊബൈൽ കവറുകളിൽ ഇങ്ങനെ ഒരു സ്ലോട്ടായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അത് നമ്മുടെ സൗണ്ട് ക്ലാരിറ്റിയെ സാരമായി ബാധിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഹോളിന് ആനുപാതികമായിട്ടായിരിക്കില്ല മൊബൈലിൻ്റെ ആ കവറിൽ വരുന്ന ഹോളുകൾ ഈ സ്പീക്കർ ഇരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ചില ഭിത്തികളിൽ ഇടിച്ച് ഈ സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോൾ സൗണ്ട് ക്ലാരിറ്റി നല്ല രീതിയിൽ വരാതിരിക്കുന്നതിന് ഈ മൊബൈൽ കവറുകൾ കാരണമാകുന്നത്. അതുപോലെ തന്നെ ഈ സ്ലോട്ടുകളുണ്ടല്ലോ, ഇതൊക്കെ ചിലത് മൊബൈൽ കവറുകളിൽ വലിപ്പക്കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിന്നൊക്കെ ഇതിനകത്ത് പിൻ ചെയ്യുമ്പോൾ ഈ പിൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കവറിലായിരിക്കും കൂടുതൽ, കവറിൻ്റെ തിക്നെസ്സും കയറി എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ ജാമായി, ഈ ഹോളിൻ്റെയൊക്കെ ഇടയിൽ ജാമായി പ്രോപ്പറായിട്ട് ഈ പിന്നുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതും ഈ മൊബൈലിന് ദോഷം ചെയ്യും. കുറേ കാലം അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ മൊബൈലിൻ്റെ അകത്തുള്ള പിന്നൊക്കെ ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെയും മൊബൈൽ കവറുകളുണ്ട് ദോഷങ്ങളുണ്ട്. എന്നാലും ഇതിൻ്റെ മൊബൈലൊക്കെ തറയിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാതിരിക്കുന്നതിനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ കവറുകൾ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ മൊബൈൽ കവറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷങ്ങളുമുണ്ട് എന്നറിഞ്ഞിരിക്കുക.